കേരളത്തിൽ തുടങ്ങിയ ഈ തുടർച്ചയായ മഴ വരും മണിക്കൂറുകളിൽ കൂടുതൽ അപകടകരമായ രൂപമെടുത്തേക്കാം. കാരണം അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും മുകളിൽ രൂപപ്പെട്ട 2 വീതം ചക്രവാത ചുഴികൾ കാലാവസ്ഥയെ പൂർണ്ണമായും അസ്ഥിരമാക്കിയിരിക്കുന്നു. ചിന്തിക്കുക, ഒരു വശത്ത് ആകാശത്തുനിന്ന് തുടർച്ചയായി വെള്ളം പെയ്യുന്നു, മറുവശത്ത് കടൽ തിരമാലകൾ തീരങ്ങളെ വിഴുങ്ങാനുള്ള തയ്യാറെടുപ്പിൽ കാണപ്പെടുന്നു. ഇതാണ് തിരുവനന്തപുരം മുതൽ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം വരെ ആളുകളുടെ ആശങ്ക വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ കാരണം. വരും 1-2 ദിവസങ്ങൾ അതീവ ജാഗ്രത വേണ്ടവയായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറയുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ കനത്ത മഴയോടൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ 3 മണിക്കൂർ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് സാഹചര്യങ്ങൾ പെട്ടെന്ന് വഷളായേക്കാം എന്നതിന്റെ വ്യക്തമായ സൂചനകൾ നൽകുന്നു. അപ്പുറത്ത് കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മിതമായ മഴയുടെ ഭീഷണി നിലനിൽക്കുന്നു. ഇവിടെയും ശക്തമായ കാറ്റ് ആളുകളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചേക്കാം. പലയിടങ്ങളിലും ഇടിമിന്നൽ വളരെ ശക്തമായേക്കാമെന്നും രാത്രിയിൽ ആകാശം തുടർച്ചയായി തിളങ്ങുന്നത് കാണാമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഓരോ വലിയ അപ്ഡേറ്റും ഞങ്ങൾ ആദ്യം നിങ്ങളിലേക്കെത്തിക്കും. ഇനി തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ഉറക്കം കെടുത്തിയ കടലുമായി ബന്ധപ്പെട്ട ആ മുന്നറിയിപ്പ് കൂടി മനസ്സിലാക്കുക. കേരള തീരത്ത് 0.8 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉയരാമെന്ന് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് കടലാക്രമണ ഭീഷണി വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദഗ്ധർ ഇതിനെ കരിങ്കടൽ പോലുള്ള ഒരു സംഭവത്തിന്റെ സാധ്യതയായി വിശേഷിപ്പിച്ചു. ഇതിന്റെ അർത്ഥം കടൽ സാധാരണയേക്കാൾ കൂടുതൽ പ്രക്ഷുബ്ധമായേക്കാമെന്നും വെള്ളം തീരപ്രദേശങ്ങളിലേക്ക് ഇരച്ചുകയറിയേക്കാമെന്നുമാണ്. ഇതാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് കർശനമായി വിലക്കാൻ കാരണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും തീരത്ത് സുരക്ഷിതമായി കെട്ടിയിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേലിയേറ്റ സമയത്ത് കടൽ കൂടുതൽ അപകടകരമായേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കടൽ തീരത്ത് നടക്കുന്നത്, ബീച്ചിൽ പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമുദ്രപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ജീവന് ഭീഷണിയായേക്കാം. സങ്കൽപ്പിക്കുക, ഒരു വശത്ത് ആകാശത്ത് മിന്നൽ തിളങ്ങുന്നു, മറുവശത്ത് കടലിലെ ഉയർന്ന തിരമാലകൾ തീരത്ത് ആഞ്ഞടിക്കുന്നു. അത്തരമൊരു കാഴ്ച ഒരു സിനിമ പോലെ തോന്നാം, പക്ഷേ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇതാണ് യാഥാർത്ഥ്യമായി മാറുന്നത്. ഇതിനിടെ കാലാവസ്ഥയെക്കുറിച്ചും വലിയ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കാലാവസ്ഥ നേരത്തെ എത്തുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന്റെ വേഗത കുറഞ്ഞതായി പറയുന്നു. തെക്കുപടിഞ്ഞാറൻ കാലാവസ്ഥ ജൂൺ ആദ്യവാരം കേരളത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ജൂൺ 3-5 തീയതികൾക്കുള്ളിൽ കാലാവസ്ഥയുടെ ഔദ്യോഗിക പ്രവേശനമുണ്ടായേക്കാം. എന്നിരുന്നാലും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം കൂടുതൽ സജീവമായാൽ കാലാവസ്ഥയുടെ വേഗത പെട്ടെന്ന് വർദ്ധിച്ചേക്കാം. സംസ്ഥാനത്തെ താപനിലയും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പലയിടങ്ങളിലും താപനില 29 ഡിഗ്രി സെൽഷ്യസിനടുത്താണ്. എന്നാൽ യഥാർത്ഥ പ്രശ്നം ഈർപ്പം വർദ്ധിക്കുകയാണ്. ഈർപ്പം 80% മുകളിലെത്തിയിരിക്കുന്നു. അതിനാൽ ആളുകൾക്ക് യഥാർത്ഥ താപനിലയേക്കാൾ കൂടുതൽ ചൂടനുഭവപ്പെടുന്നു. പകൽദേമത്തെ ഉഷ്ണവും രാത്രിയിലെ മഴയും ചേർന്നുള്ള ഇരട്ട പ്രഹരം ആളുകളുടെ ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്നു. അടുത്ത 5 ദിവസത്തേക്ക് കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും മുകളിൽ സജീവമായ 2 ചക്രവാത ചുഴികളും തുടർച്ചയായി ഈർപ്പം വലിച്ചെടുക്കുന്നു. അതിനാൽ മഴയുടെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തീരപ്രദേശങ്ങൾക്കൊപ്പം മലയോര മേഖലകളിലും ഭീഷണി വർദ്ധിക്കാം. ഓറഞ്ച് അലർട്ടുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് തള്ളിക്കളയാനാവില്ല. ഇനി ഏറ്റവും വലിയ കാര്യം, വരും മണിക്കൂറുകളിൽ ഈ മഴ വെറുമൊരു ആശ്വാസമായിരിക്കുമോ, അതോ പ്രളയത്തിന്റെയും നാശത്തിന്റെയും രൂപം കൈകൊള്ളുമോ? കടലിൽ നിന്നുള്ള വർദ്ധിക്കുന്ന ഭീഷണി കേരളത്തിന്റെ തീരപ്രദേശങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ? ഇതാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. അതിനാൽ കാലാവസ്ഥാ വകുപ്പിന്റെ ഓരോ മുന്നറിയിപ്പും ഗൗരവത്തിലെടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. നിങ്ങളുടെ ജില്ലയിലെ ഓരോ ചെറുതും വലുതുമായ കാലാവസ്ഥാ അപ്ഡേറ്റുകളും നിങ്ങൾക്കാദ്യം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പോൾ മഴ തുടങ്ങിയോ അതോ കാലാവസ്ഥ ഇപ്പോഴും ശാന്തമാണോ എന്ന് കമന്റിൽ അറിയിക്കുക. കാരണം അടുത്ത അപ്ഡേറ്റിൽ കേരളത്തിലെ ഏത് ജില്ലകളിലാണ് ഭീഷണി വർദ്ധിക്കാൻ പോകുന്നതെന്നും എവിടെയാണ് മഴ റെക്കോർഡ് ഭേദിക്കാൻ പോകുന്നതെന്നും ഞങ്ങൾ പറയും. ഇപ്പോൾ കേരളത്തിലെ തീരപ്രദേശങ്ങളിലാകെ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കിയ അപ്ഡേറ്റ് നേരിട്ട് കടലുമായി ബന്ധപ്പെട്ടതാണ്. അറബിക്കടലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലല്ലെന്ന് കാലാവസ്ഥാ വകുപ്പും സമുദ്ര വിദഗ്ധരും നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കടൽ തിരമാലകൾ ഇപ്പോൾ തീരങ്ങളെ തൊടുക മാത്രമല്ല, പലയിടങ്ങളിലും കരയിടിച്ച് മുന്നേറാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് തീരദേശ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കാൻ കാരണം. പ്രത്യേകിച്ച് ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലെ കടൽത്തീര പ്രദേശങ്ങളിൽ ഭരണകൂടം നിരന്തരം നിരീക്ഷണം നടത്തിവരികയാണ്.
പെട്ടെന്ന് ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പലയിടങ്ങളിലും രാത്രികാലങ്ങളിൽ ആളുകൾ കടൽ തീരത്ത് പോകുന്നത് തടഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ കേരള തീരത്ത് കാറ്റിന്റെ വേഗത 40 മുതൽ 65 കിലോമീറ്റർ പ്രതിമണിക്കൂർ വരെ എത്തിയേക്കാം. ഇതിന്റെ പ്രഭാവം കടലിൽ മാത്രം പരിമിതമായിരിക്കില്ല. ശക്തമായ കാറ്റിനൊപ്പം കനത്ത മഴ പല ജില്ലകളിലും മരം വീഴുന്നതിനും വിദ്യുത് വിതരണം തടസ്സപ്പെടുന്നതിനും വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായേക്കാം. കൂടാതെ ആലോചിച്ചു നോക്കുക, രാത്രിയിലെ ഇരുട്ടിൽ ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നലുണ്ടാകുമ്പോൾ സാഹചര്യം എത്ര ഭയാനകമായിരിക്കും. ഇതാണ് ആളുകളോട് വീടുകൾക്കുള്ളിൽ സുരക്ഷിതരായിരിക്കാൻ അഭ്യർത്ഥിക്കുന്നത്. അപ്പുറത്ത് നീലഗിരി, കോയമ്പത്തൂർ, തേനി, ദിണ്ടിഗൽ, ഈറോഡ്, നാമക്കൽ, തിരുപ്പത്തൂർ, തിരുപ്പൂർ, സേലം, തിരുവണ്ണാമലൈ, കൃഷ്ണഗിരി, കരൂർ, ധർമ്മപുരി തുടങ്ങിയ പ്രദേശങ്ങളിലും കാലാവസ്ഥ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയുടെയും ശക്തമായ കാറ്റിന്റെയും ഭീഷണി നിലനിൽക്കുന്നു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന കനത്ത മഴ ഉരുൾപൊട്ടൽ ഭീഷണി വർദ്ധിപ്പിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. അതിനാൽ സെൻസിറ്റീവ് മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. ചെന്നൈയിലും വടക്കൻ തമിഴ്നാട്ടിലെ ജില്ലകളിലും ഈർപ്പവും ചൂടും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പരമാവധി താപനില 40 മുതൽ 41 ഡിഗ്രി സെൽഷ്യസിനടുത്തായി തുടരുന്നു. എന്നാൽ കുറഞ്ഞ താപനില 29 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാകാൻ സാധ്യതയുണ്ട്. ആകാശത്തെ മേഘങ്ങൾ തീർച്ചയായും കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഈർപ്പം അത്രമേലുള്ളതിനാൽ ആളുകൾക്ക് തുടർച്ചയായി അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ താപനിലയിൽ വലിയ മാറ്റമുണ്ടാവില്ലെന്നും എന്നാൽ മഴയുടെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് ആശ്വാസം നൽകുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഈ മഴ ആശ്വാസം നൽകുമോ അതോ ആപത്തായി മാറുമോ? കാരണം ഏതു വിധത്തിലാണ് തുടർച്ചയായി മേഘങ്ങൾ സജീവമാകുന്നത്, കടലിൽ ചലനങ്ങൾ വർദ്ധിക്കുന്നത്? അത് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരെയും ജാഗരൂകരാക്കിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും മുകളിൽ രൂപപ്പെട്ട 2 വ്യത്യസ്ത ചുഴലിക്കാറ്റ് ചംക്രമണങ്ങൾ ദക്ഷിണേന്ത്യ മുഴുവനും ഈർപ്പം പടർത്തുന്നു. ഇതാണ് കേരളം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ വരെ മഴയുടെ വ്യാപ്തി തുടർച്ചയായി വ്യാപിക്കുന്നത് കാണുന്നത്. വരും ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കൊപ്പം പലയിടങ്ങളിലും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തേനി, ദിണ്ടിഗൽ, നീലഗിരി, വെല്ലൂർ, തിരുപ്പത്തൂർ, കൃഷ്ണഗിരി, ധർമ്മപുരി ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കോയമ്പത്തൂരിലെയും മധുരയിലെയും മലയോര മേഖലകളിലും ശക്തമായ കാറ്റിനൊപ്പം മഴ പെയ്തേക്കാം. കൂടാതെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ ഏത് ജില്ലയെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഓരോ വലിയ അപ്ഡേറ്റും ഞങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കും.